നമസ്കാരം, എല്ലാവർക്കും STVയുടെ ഓണാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളം കസ്റ്റഡി മരണം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിലെ പ്രതികൾ പോലീസ് സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ലെന്നും ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ്. മർദ്ദനത്തിനെതിരായ സുജിത്തിന് പിന്തുണയുമായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനു മുന്നിലും സെപ്റ്റംബർ 10 പ്രതിഷേധ സംഗമമെന്നും സണ്ണി ജോസഫ്. കോൺഗ്രസ് പുറത്താക്കുകയും CPM സ്വീകരിക്കുകയും ചെയ്ത മണ്ണാർക്കാട്ടെ തച്ചമ്പാറ മുഹമ്മദ് റിയാസിനെതിരെ പീഡന പരാതിയുമായി തച്ചമ്പാറ സ്വദേശിനി M സബീറ. ജോലി വാഗ്ദാനം ചെയ്തും അല്ലാതെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന് സബീറ. CPM മുഹമ്മദ് റിയാസിനെ സംരക്ഷിച്ചത് സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും സബീറ. കർഷകദ്രോഹ സർക്കാരുകളുടെ നയം മൂലം ഓണം പട്ടിണിയിലായ കർഷകർക്കായി പട്ടിണി ഓണ നിരാഹാര സമരം ചിറ്റൂരിൽ. സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ കർഷകർ ഇല്ല എന്നതിന് തെളിവാണ് ഓണദിനത്തിൽ പോലും കർഷകർക്ക് കൊടുക്കാനുള്ള പണം നൽകാതിരുന്നതെന്നും DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറുടെ രാജി സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരെ നടപടിയെടുക്കാത്തതിലും VK ശ്രീകണ്ഠൻ MP വാർഡിനോട് കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ചെന്ന് കൗൺസിലർ C സന്ധ്യ. നഗരസഭയിലെ കൗൺസിലറുടെ രാജി CPMന്റെ കപടതന്ത്രമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. രാജിക്ക് കാരണം CPMന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനമെന്നും കോൺഗ്രസ്. പരാജയഭീതിയിൽ ഷൊർണൂരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടക്കാരായി CPM മാറിയെന്ന് BJP. തൃശൂർ വോട്ടർ പട്ടിക വിവാദം. മുൻ ജില്ലാ കലക്ടർക്കും ഇരട്ട വോട്ടെന്ന് VS സുനിൽകുമാർ. BJPയുടെ ചുമതല വഹിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനും സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടെന്ന് തെളിവുകൾ. തൃശൂരിൽ വോട്ട് ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയെന്നും VS സുനിൽകുമാർ. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് 45 ലക്ഷം രൂപ ചിലവിൽ. 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടെ പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറും. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ അമൃത് മലയാളക്കര. ഓണാഘോഷ പരിപാടികൾ നാടെങ്ങും സജീവം. തൃശ്ശൂരിലെ ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികളുടെ വേറിട്ട ഓണാഘോഷം. വാർത്തകൾ വിശദമായി. കുന്നംകുളം കസ്റ്റഡി മരണം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിലെ പ്രതികൾ പോലീസ് സേനയിൽ അംഗങ്ങളായി ഇരിക്കാൻ യോഗ്യരല്ലെന്നും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്ന സുർജിത്തിന് പിന്തുണയുമായി സെപ്റ്റംബർ 10 കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനു മുന്നിലും പ്രതിഷേധ സംഘം സംഘടിപ്പിക്കുമെന്നും തൃശ്ശൂരിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിക്കാൻ സുജിത്ത് നിർബന്ധിതമാകുകയായിരുന്നു. കോടതി നോട്ടീസ് ലഭിച്ചിട്ടും കുന്നംകുളം ACP 1 വർഷം കോടതിയിൽ ഹാജരാകാതിരുന്നു. കോടതി SPക്ക് നോട്ടീസ് അയച്ചതോടെയാണ് ACP കോടതിയിലെത്തിയത്. കേസിലെ പ്രതികൾ പോലീസിൽ സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ല. ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. സുജിത്തിന് നേരിട്ട ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദി. അർഹമായ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്ന സുജിത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. സെപ്റ്റംബർ 10 കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ജനകീയ പ്രതിഷേധ സംഗമവും നടത്തുമെന്നും DCC നേരത്തെ തീരുമാനിച്ച സമരപരിപാടികളും ഇതിനോടൊപ്പം നടക്കുമെന്നും സുജിത്തിന്റെ കേസിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് DIG പൊതുജനങ്ങൾക്ക് മറുപടി നൽകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഉത്തരവാദിത്വം പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപരിപാലനമാണ് പോലീസിന്റെ ഉത്തരവാദിത്വമെങ്കിൽ നിയമവാഴ്ച റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനകീയവൽക്കരിക്കുന്നതാണെങ്കിൽ അംഗീകരിക്കാം. അവിടെയാണ് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞത് പയ്യന്നൂരിലെ സംഭവം രക്ഷാപ്രവർത്തനമാണെന്ന്. മുഖ്യമന്ത്രിയാണ് ജനകീയവൽക്കരിക്കുന്നത്, ഞങ്ങൾ ജനവൽക്കരിക്കുന്നില്ല. ഇതിൽ 4 പേരെന്നാണ് ഇപ്പോൾ കേസിൽ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ പേര് നിങ്ങളാണ് പറഞ്ഞത്. 62,000 പേരെ പ്രതികളാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. Those who are accused, those who are responsible, അവരുടെ പേര് നടപടിയെടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞത്. ഹരിശങ്കർ DIGയുടെ നിലവാരത്തിലേക്ക് ഉയരണമെന്നും കുറ്റങ്ങളുടെ ആനുപാതികമായിട്ടുള്ള ശിക്ഷ നടപടി നടപ്പിലാക്കണമെന്നും തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കോൺഗ്രസ് പുറത്താക്കുകയും CPM സ്വീകരിക്കുകയും ചെയ്ത മണ്ണാർക്കാട് തച്ചമ്പാറ റിയാസിനെതിരെ പീഡന പരാതിയുമായി തച്ചമ്പാറ സ്വദേശിനി M സബീറ. ജോലി വാഗ്ദാനം ചെയ്തും അല്ലാതെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നും സബീറ. CPM മുഹമ്മദ് റിയാസിനെ സംരക്ഷിച്ചത് സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും സബീറ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജോലി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ചോദിച്ചപ്പോഴായിരുന്നു പീഡനം. പിന്നീട് തനിക്കും കുടുംബത്തിനും നേരെ വധഭീഷണി മുഴക്കി.
പൊതുജനങ്ങൾക്ക് മുൻപിൽ റോഡിൽ നിർത്തിയിട്ടും അപമാനിച്ചു. മുഹമ്മദ് റിയാസിനെതിരെ കല്ലടിക്കോട് പോലീസിലും മണ്ണാർക്കാട് ഡിവൈഎസ്പിക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റിയാസിനെതിരെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, MP VK ശ്രീകണ്ഠൻ, MP ഷാഫി പറമ്പിൽ, തുളസി ടീച്ചർ എന്നിവർക്ക് പരാതി നൽകി. കോൺഗ്രസിൽ നിന്നുള്ള നടപടി വൈകിയപ്പോഴാണ് നീതി ലഭിക്കാൻ കൂടെ നിൽക്കാമെന്ന് CPM ഏറ്റത്. CPM നേതാവായ രാജൻ മാസ്റ്റർ തൻ്റെ സഹോദരനെ ബന്ധപ്പെട്ട് FIR കോപ്പി വാങ്ങി സംരക്ഷിക്കാമെന്നേറ്റു. എന്നാൽ മുഹമ്മദ് റിയാസിനെയാണ് CPM സംരക്ഷിച്ചത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മുന്നോട്ടു പോകുമെന്നും സിബിറ പറഞ്ഞു. അവര് ഇതിൽ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ FIRന്റെ കോപ്പി എൻ്റെ കൈവശം വാങ്ങിയിട്ട് അവര് എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് DCC ഓഫീസിൽ പിന്നെ ഞാൻ ആത്മഹത്യ വരെ ചെയ്യും, പിന്നെ നിരാഹാര പത്രസമ്മേളനം നടത്തുകയും ചെയ്യും പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് റിയാസിൻ്റെ മണ്ഡലം സ്ഥാനം ഇവനെ രാജീവ് പുറത്താക്കിയത്. അപ്പോൾ അങ്ങനെ എന്താ കാട്ടി CPM രാജൻ മാസ്റ്റർ എൻ്റെ FIRന്റെ കോപ്പി വെച്ചിട്ട് ഇവനെ പാർട്ടിയിൽ സ്വീകരിക്കുകയും പിന്നെ എനിക്ക് മോശമായിട്ട് എന്നെ പറയുകയും ചെയ്യുണ്ടായി. റിയാസിന്റെ അയൽവാസി ആലിസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കർഷകദ്രോഹ സർക്കാരുകളുടെ നയം മൂലം ഓണം പട്ടിണിയായ കർഷകർക്കായി പാലക്കാട് ചിറ്റൂരിൽ പട്ടിണി ഓണ നിരാഹാര സമരം. സർക്കാരിൻ്റെ മുൻഗണനയിൽ കർഷകർ ഇല്ല എന്നതിന് തെളിവാണ് ഓണത്തിന് പോലും കർഷകർക്ക് കൊടുക്കാനുള്ള പണം നൽകാതിരുന്നെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു. കർഷകദ്രോഹ സർക്കാരുകളുടെ നയം മൂലം ഓണം പട്ടിണിയിലായ കർഷകർക്കായി DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന പട്ടിണി ഓണം നിരാഹാര സമരമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഉത്രാടം തിരുവോണം നാളിൽ 48 മണിക്കൂർ ചിറ്റൂർ അണിക്കോട് വെച്ചാണ് നിരാഹാര സമരം നടത്തുന്നത്. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ പോലും കർഷകർ ഇല്ല എന്നതിന് തെളിവാണ് ഓണം ദിനത്തിൽ പോലും കർഷകർക്ക് കൊടുക്കുവാനുള്ള പണം നൽകാത്തതിന് പിന്നിലെന്ന് A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. കാരണം അന്ന് കൃഷിക്കാരൻ ലാഭകരമാണ്. 300-400 രൂപ അത്യാവശ്യ ശമ്പളം. ഞാൻ പറഞ്ഞല്ലോ 300-200 രൂപ പണം കിട്ടുന്ന കാലഘട്ടം. അന്ന് ലാഭകരമായ കൃഷിക്കാരെ കൃഷിക്കാർക്ക് പെണ്ണുകൊടുത്തു. ഇന്ന് കൃഷിക്കാരുടെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പലരും തലകുളിച്ച് പെണ്ണ് കൊടുക്കാത്ത രീതിയിലേക്ക് കർഷക മേഖലയുടെ ലാഭം കമ്മിയാണ്. എല്ലാവരും കർഷകരുടെ ആവണത്തില്ല, അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. മുതിർന്ന നേതാവ് AK ആന്റണി, KPC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവർ സമരത്തിന് ഓൺലൈൻ വഴി അഭിവാദ്യം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. K. മോഹനൻ, മുൻ MLA K. അച്യുതൻ, K. ചന്ദ്രൻ, ഹരിഗോവിന്ദൻ മാസ്റ്റർ, മുതലാന്തോട് മണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. നഗരസഭയിലെ 31-ാം വാർഡായ അന്തിമഹാകാളൻ ചിറ വാർഡ് കൗൺസിലറായ C. സന്ധ്യയാണ് രാജിവെച്ചത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും VK ശ്രീകണ്ഠൻ MPയുടെ വാർഡിനോടുള്ള അവഗണനയും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് C. സന്ധ്യ പറഞ്ഞു. സ്ത്രീ പീഡന വിഷയത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAയെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ഇത് അംഗീകരിക്കാനാകില്ല. കൂടാതെ VK ശ്രീകണ്ഠൻ MP പൂർണ്ണമായും ഫണ്ട് നൽകാതെ വാർഡിനെ അവഗണിക്കുകയാണ് ചെയ്തത്. നഗരസഭയിലെ കോൺഗ്രസിൻ്റെ 3 വാർഡുകൾക്ക് ഹൈമാസ്റ്റർ ലൈറ്റ് നൽകിയിട്ടും 31-ാം വാർഡിന് മാത്രം തുക നൽകിയില്ല. വാർഡിൻ്റെ വികസനത്തിന് കൂട്ടുനിൽക്കേണ്ടവർ അവഗണിക്കുകയാണ് ചെയ്തത്. ഇതാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് C. സന്ധ്യ പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറാണ് സന്ധ്യ. 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ 135 വോട്ട് ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് സന്ധ്യ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതേ വാർഡിൽ നിന്നും 452 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ സന്ധ്യ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചതായി ഒരു കത്തും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 33 അംഗങ്ങളുള്ള നഗരസഭയിൽ 17 CPM, 9 BJP, 6 കോൺഗ്രസ്, 1 SDPI എന്നിങ്ങനെയാണ് സീറ്റ് നില. സന്ധ്യയുടെ രാജിയോടെ കോൺഗ്രസിൻ്റെ അംഗബലം 5 കുറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കോൺഗ്രസ് കൗൺസിലർ രാജി CPMന്റെ കപടതന്ത്രമെന്ന് ഷൊർണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. CPMന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനത്തോടെയാണ് കൗൺസിലർ രാജി എന്നും കോൺഗ്രസ്. 10 വർഷം കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിലറായി 2 മാസം ബാക്കി നിൽക്കെ കഴിഞ്ഞ മാസത്തെ കൗൺസിൽ അലവൻസ് അടക്കം വാങ്ങി അവസാന ആനുകൂല്യം കൂടി കൈപ്പറ്റി പാർട്ടിയെ അറിയിക്കാതെയാണ് കൗൺസിലർ രാജിവെച്ചതെന്നും ഇതിന്റെ പിന്നിൽ CPMന്റെ കപടതന്ത്രവുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു.
പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും ജോലി സ്വപ്നം കൊണ്ടുകൊണ്ടുമാണ് CPM പറയുന്ന തത്തമ്മേ പൂച്ച എന്നിവ ഏറ്റുപറയുകയാണെന്നും നഗരസഭയിലെ നിലവിലുള്ള 6 ആശാവർക്കർമാരിൽ ഒരാളായി നിയമനം നടത്താമെന്നാണ് വാഗ്ദാനം. നഗരസഭയിലെ കഴിഞ്ഞ കാലങ്ങളിലെ ദുർഭരണം മൂടിവെക്കുന്നതിന് ഇവർ ചാക്കുമായി ഇറങ്ങിയിരിക്കുകയാണ്. MP ഫണ്ട് അനുവദിക്കുന്നത് CPM-നെ പോലെ പാർട്ടി ഓഫീസിൽ നിന്നല്ല. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് MP ഫണ്ട് അനുവദിക്കുന്നത്. 10 വർഷത്തോളം തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുമാണ് ഇന്നലെ രാജിവെച്ച കൗൺസിലർ. CPM-മായി ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾക്ക് പത്രദൃശ്യമാധ്യമങ്ങളോട് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. ഇവർ അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് പരസ്പരം ഒരു പോരടിക്കുന്ന ഒരു നയം സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ അമർഷമുണ്ടായിരുന്നു. ആ അമർഷം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പലതവണ നമ്മളത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവരെല്ലാം പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നെല്ലാം പറഞ്ഞതാണ്. CPM ഭരിക്കുന്ന ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 1 കോടി രൂപ ആശുപത്രി ഫണ്ട് അനുവദിച്ചതും ടൗൺ സ്റ്റാൻഡിൽ ടാക്സിക്കാർക്ക് സൗകര്യമൊരുക്കിയതും ആവശ്യപ്രകാരമാണ്. രാജിവെച്ച കൗൺസിലർ ഇതുവരെ വാർഡിലെ വികസനത്തിനായി MP-യോട് ഒരു ഫണ്ടും ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി സ്വന്തം വാർഡിലെ വികസന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും എതിരാക്കി മുന്നോട്ടു പോവുകയാണ്. കൗൺസിലറെ വിളിച്ച് പാർട്ടി താക്കീത് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്നും വലിയ കോലാഹലം മുഴക്കി രാജിവെച്ചവരുടെ സ്ഥിതി ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് MP ഈ കാര്യത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റോ നോക്കിയല്ല പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസനം നടത്തുന്നത്. നമുക്കറിയാം, ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നത് CPM-ആണ്. അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളും വിവിധ വാർഡുകളും ഒക്കെ ഉൾപ്പെടുത്തി MP വികസനത്തിൻ്റെ പ്രഖ്യാപനം വികസനം നടത്തുമ്പോൾ MP നൽകിയ ഹൈമാസ് റേറ്റിൽ തൻ്റെ വാർഡിലേക്ക് ഹൈമാസ് റേറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും MP-യെ കുറിച്ച് നടത്തിയ ആരോപണം. നേതാക്കളായ TK ബഷീർ, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരാജയഭീതിയിൽ ഷൊർണൂരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ കുതിര കച്ചവടക്കാരായി CPM മാറിയെന്ന് BJP കുറ്റപ്പെടുത്തി. BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു ആരോപണം. കടുത്ത വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ഷൊർണൂരിലെ ജനങ്ങളിൽ നിന്നും അകന്ന CPM നേതൃത്വം അത് മറച്ചുവെക്കാൻ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കുതിരക്കച്ചവടം നടത്തുകയാണെന്ന് BJP ആരോപിച്ചു. രാജിവെച്ച കോൺഗ്രസ് കൗൺസിലറായ സന്ധ്യയുടെ ആരോപണത്തിൽ ഷൊർണൂരിലെ CPM-ന്റെ പ്രമുഖ നേതാവ് പണവും സഹകരണ ബാങ്ക് ജോലിയും വാഗ്ദാനം ചെയ്തതായും കുതിരക്കച്ചവടത്തിന് തെളിവാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇനിയും കോൺഗ്രസ് ജനപ്രതിനിധികളെ രാജിവെപ്പിക്കുമെന്നാണ് CPM നേതൃത്വം പറഞ്ഞു നടക്കുന്നത്. പാലക്കാട് MP-യായ VK ശ്രീകണ്ഠൻ തൻ്റെ വാർഡിലെ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വഞ്ചിച്ചതായും പാലക്കാട് MLA-യായ സ്ത്രീവിരുദ്ധനെ സംരക്ഷിക്കുന്നത് ഇതേ MP-യാണെന്നും ഗൗരവപരമായ ആരോപണമാണ് രാജിവെച്ച കോൺഗ്രസ് കൗൺസിലർ ഉന്നയിച്ചിരിക്കുന്നതെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ EP നന്ദകുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിലെ പ്രമുഖനായ ഒരു CPM നേതാവ് തന്നെ കാണാൻ വരികയും തനിക്ക് വലിയ ആ ഓഫറുകൾ തൻ്റെ മുമ്പിൽ വയ്ക്കുകയും ചെയ്തു എന്ന് ആ കൗൺസിലർ പറയുമ്പോൾ ഇവിടെ വലിയ കുതിര കച്ചവടത്തിനാണ് CPM ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിൽ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി മൂലം വലിയ കുതിര കച്ചവടത്തിന് CPM ഷൊർണൂരിൽ എല്ലാ തരത്തിലും മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. CPIM-ന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് എന്നും BJP ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി K പ്രസാദ്, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീനി മനോജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി A ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് മത്സരിച്ച ഒരു ജനപ്രതിനിധി പറയുന്നത് കോൺഗ്രസിന്റെ MP-യായ VK ശ്രീകണ്ഠൻ തന്നെ വഞ്ചിച്ചു, ഇവിടുത്തെ കോൺഗ്രസുകാരെ വഞ്ചിച്ചു. ആ കോൺഗ്രസുകാരെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഷൊർണൂരിൽ നടക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി CPIM-ന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറുകയാണ്. കോൺഗ്രസിൽ നിന്ന് ആളുകളെ CPM-ലേക്ക് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ഷൊർണൂരിലെ നേതൃത്വവും ഇവിടുത്തെ MP-യും MLA-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് BJP-ക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം മുൻ ജില്ലാ കലക്ടർക്ക് ഇരട്ട വോട്ടുണ്ടായിരുന്നതായി വി എസ് സുനിൽകുമാർ. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനും സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ടെന്നും തെളിവുകൾ. ഇരട്ട വോട്ടുകൾ തൃശൂരിൽ ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയെന്നും വി എസ് സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. തൃശൂർ ജില്ലാ കലക്ടർ ആയിരുന്ന വി.ആർ. കൃഷ്ണതേജയ്ക്കെതിരെ വി എസ് സുനിൽകുമാർ കലക്ടറുടെ ഇരട്ട വോട്ടിന്റെ തെളിവുകൾ പുറത്തുവിട്ടു. അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജയ്ക്ക് തൃശൂരിലും ആന്ധ്രയിലും വോട്ടുണ്ടായിരുന്നു. ചിലി ഗുരുപ്പേട്ടിലായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച കലക്ടർക്ക് വോട്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന ചുമതല വഹിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനും സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ വോട്ടുകൾ കുറ്റകരമാണെന്നിരിക്കെ എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്നും വി എസ് സുനിൽകുമാർ ചോദിച്ചു. ഇരട്ട വോട്ടുകൾ തൃശൂരിൽ ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയെന്നും ശോഭ സിറ്റി നിലവിലുള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ്. 17 വോട്ടുകൾ അതേ അഡ്രസ്സിൽ ആലത്തൂരിലും തൃശൂരിലും ചേർത്തു. ശോഭ സിറ്റിയിലെ ഫ്ളാറ്റുകളുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തി അവിടെയുള്ള വോട്ടുകൾ ഇരു മണ്ഡലങ്ങളിലും ചേർത്തു എന്നും വി എസ് സുനിൽകുമാർ ആരോപിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഓഫീസറായിരുന്ന ഇലക്ഷൻ ശേഷം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ ഉപമുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുള്ള ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്ക് ഇവിടെ വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പരിശോധിക്കേണ്ട ജില്ലാ കളക്ടർക്ക് തന്നെ 2 വോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ആ വോട്ടെന്ന് പറയുന്നത് ചിലക്ലൂരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്ത് നമ്പർ 190 സീരിയൽ നമ്പർ 158 എപ്പിക് നമ്പർ SG 01000867 എന്ന നമ്പറിൽ അദ്ദേഹത്തിന് വോട്ടുള്ളപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ചിലക്ലൂരിപ്പെട്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസാകുന്നു. 45 ലക്ഷം രൂപ ചെലവിലാണ് ഓങ്ങല്ലൂർ 1 സ്മാർട്ട് വില്ലേജ് ആക്കി മാറ്റുന്നത്. ഇതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമാകും. നേരത്തെ ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജാക്കി മാറ്റിയിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിലാണ് നിലവിൽ 1 വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൊന്ന് വാരണാകുറിശ്ശിയിൽ പ്രവർത്തിക്കുന്ന 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറിയിട്ടുണ്ട്. മരുതൂരിലെ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് ഇനി മാറാനുള്ളത്. പട്ടാമ്പിയിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറിൽ പട്ടാമ്പി വില്ലേജ് ഓഫീസും ഉൾപ്പെടുന്നതാണ്. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മണ്ഡലമായി മാറും. നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്മാർട്ട് വില്ലേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് പട്ടാമ്പി ഷൊർണൂർ റോഡിൽ പോക്കുപടി ജംഗ്ഷനിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഉത്രാടപ്പാച്ചിലിൽ മലയാളനാട്. അവസാനഘട്ട ഒരുക്കങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ ഓണപ്പുലരിയിലേക്ക്. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ നാട് ഓണപ്പുലരിയിലേക്ക്. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ രാവിലെ മുതൽക്കു തന്നെ ഒരുക്കത്തിലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ. നാളെ തിരുവോണം ആഘോഷിക്കാനാണ് ഈ പാച്ചിൽ. ഉച്ചയോടെ തന്നെ ഓണാഘോഷത്തിനുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കാനുള്ള തിരക്കിൽ. ഓണക്കോടിയും ഓണസദ്യയ്ക്കുള്ളതെല്ലാം വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി തിരുവോണത്തിനുള്ള പൂക്കളങ്ങൾ ശേഖരിക്കും. തിരുവോണപ്പുലരിയിൽ വിപുലമായ പൂക്കളവും ഒരുക്കും. അത്തം പിറവിയോടെ തന്നെ നാട് ഓണപ്പാച്ചിലായിരുന്നു. ഓരോ ദിവസവും തിരക്കായിരുന്നു എല്ലാം വാങ്ങിയൊരുക്കാൻ. പൂരാട വാണിഭവും ഉഷാറായിരുന്നു. ഇടയ്ക്കൊക്കെ മഴ പെയ്തെങ്കിലും അത് കാര്യമായി ബാധിച്ചില്ല. ഓണം സമ്പൽ സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ്. ലോകത്തിൽ എവിടെയായിരുന്നാലും മലയാളികൾ ഓണം ആഘോഷിക്കും.
ഓണം കാർഷിക സമിതിയുടെ ഉത്സവം കൂടിയാണ്. വിളവെടുപ്പ് കാലമാണ്. നാട്ടിലെങ്ങും ഓണാഘോഷ പരിപാടികളും സജീവമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശ്ശൂരിൽ കണക്കിൽപ്പെടാത്ത പണവും മദ്യവുമായി എക്സൈസ് ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടറാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കർ. വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 50,000 രൂപയും 7 കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടി. ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത് പതിവായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തൃശ്ശൂർ ചിറങ്കരയിൽ വെച്ചാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കല്ലേക്കാട് വീട്ടിൽ നിന്നും സ്ഫോടക വസ്തു പിടികൂടിയ സംഭവത്തിൽ വീട്ടുടമ ഉൾപ്പെടെ 3 പേർ റിമാൻഡിൽ. വീട്ടുടമ സുരേഷ്, നൌഷാദ് കല്ലേക്കാട്, പൂളക്കാട് ഫാസിൽ എന്നിവരാണ് റിമാൻഡിലായത്. മൂത്താന്തറ വ്യാസവിദ്യാലയത്തിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് സുരേഷിൻ്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തു നേരത്തെ കണ്ടെത്തിയത്. ഷൊർണൂരിൽ ട്രാഫിക് പോലീസുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ എസ് അർജുനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിന് താഴെയാണ് വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ മൃതദേഹം കണ്ടത്. പാലക്കാട് കൊടുന്തിരപ്പള്ളി സ്വദേശിയാണ് അർജുനൻ. ഷൊർണൂർ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇയാൾ താമസിക്കുന്നത്. 36 വയസ്സായിരുന്നു. ഉന്നത പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മുറിവോ ചതവോ ഒന്നും കണ്ടെത്താനായില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു. ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 3-ാം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണ പ്രവൃത്തികൾ 450 കോടി രൂപ ചെലവിലാണ്. പുഴയിൽ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. 3-ാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗത കൂടുമെന്നും റെയിൽവേ അധികൃതർ. പാലക്കാട് ഭാഗത്തേക്കുള്ള പാലത്തോട് ചേർന്നാണ് റെയിൽവേയുടെ 3-ാം പാലം നിർമ്മിക്കുക. ഷൊർണൂർ എറണാകുളം റെയിൽ പാതയിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാനാണ് 3-ാം പാലവും നിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് ഭാരതപ്പുഴയിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 450 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പാലം നിർമ്മിക്കുക. പാലത്തോട് ചേർന്നുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയായി. 3-ാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളിൽ ഇപ്പോഴും ടിക്കറ്റ് ലഭിക്കാത്തത്ര തിരക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ എറണാകുളം പാതയിൽ ഗതാഗതം 100%-ലേറെയതിനാൽ വണ്ടികളിൽ പലതും ക്രോസിംഗ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ വേഗതയേറിയ തീവണ്ടികളെ കടത്തിവിടുന്നത്. വന്ദേ ഭാരതിനു പുറമെ സൂപ്പർ ഫാസ്റ്റ് തീവണ്ടികൾക്ക് വേണ്ടിയും മറ്റു വണ്ടികൾ പിടിച്ചിട്ടും. നേത്രാവതി എക്സ്പ്രസ് തീവണ്ടി പോലുള്ള ദീർഘദൂര വണ്ടികൾ 2 മണിക്കൂറോളമാണ് പലപ്പോഴും വൈകാറുള്ളത്. ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കാറുണ്ട്. ഷൊർണൂർ മുതൽ കോഴിക്കോട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും പാളങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ചോർച്ച. വൈദ്യുത ഉപകരണങ്ങളിൽ വെള്ളം നനഞ്ഞ് വിധവയുടെ കട കത്തി നശിച്ചു. അതേസമയം കെട്ടിടം ചോർന്നതല്ല ഷോർട്ട് സർക്യൂട്ടിൽ കാരണമായതെന്നും സർവീസ് വയറിലൂടെ വെള്ളം ഒഴുകി മെയിൻ സ്വിച്ച് നനഞ്ഞതാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ കാരണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് പറഞ്ഞു. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് കെട്ടിടം ദ്രവിച്ച് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ചോർന്നൊലിച്ച് വെള്ളം നനഞ്ഞ് വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് കാരണം വിധവയായ വീട്ടമ്മയുടെ കട കത്തി നശിച്ചു. വ്യാപക നാശനഷ്ടം സംഭവിച്ചതായി പരാതി. കോട്ടായി പഞ്ചായത്തിൻ്റെ 25 വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടമാണ് ദ്രവിച്ചും തേപ്പടർന്നു വീണും ചോർന്നൊലിക്കുന്നത്. കോട്ടായി ചേന്നങ്കാട് 62 വയസ്സുള്ള വിധവയായ മാധവി നടത്തുന്ന ഫാൻസി സ്റ്റോറാണ് കഴിഞ്ഞ ദിവസം രാത്രി തീ പടർന്ന് കടയുടെ ഷട്ടറിനടിയിലൂടെ പുക ഉയരുന്നത് കണ്ട പരിസരവാസികളാണ് വിവരമറിയിച്ചത്. നാട്ടുകാരും കോട്ടായി പോലീസും ഓടിക്കൂടി കടമുറി തുറന്നപ്പോഴേക്കും കടയ്ക്കുള്ളിലെ ഭൂരിഭാഗം വസ്തുക്കളും കത്തി നശിച്ചിരുന്നു. ഫ്രിഡ്ജ്, അലമാരയിൽ സൂക്ഷിച്ച പണം ഉൾപ്പെടെയുള്ള ബാങ്കിന്റെ വിലപ്പെട്ട രേഖകൾ സഹിതം എല്ലാം കത്തി നശിച്ചതായും കടയുടമ മാധവി പറഞ്ഞു. സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ചോർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അലമാറിയും കുറേ ഒരു 50,000 സാധനം കത്തി നഷ്ടപ്പെട്ടു. എനിക്ക് ജീവിതമാർഗമാണ്. എന്താ ചെയ്യുക ഇനി എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. കറണ്ട് കണക്ഷൻ പെടുത്തിയോ? കറണ്ട് കണക്ഷൻ പെടുത്തി. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തുകാരും ഇലക്ട്രിസിറ്റിക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് കട്ട് ചെയ്തൊക്കെ ഇനിയിപ്പോൾ അതും എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് സംഭവം? വെള്ളിയാഴ്ച രാത്രി 10:30. എങ്ങനെയാ അറിഞ്ഞപ്പോൾ? അറിയാ പറഞ്ഞ തൊട്ട കടക്കാരൻ എന്താ സാധനം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ റൂമിൽ പന്തൽ വാടകക്കാർ കടയിൽ വന്നു. അപ്പം ഇങ്ങനെ ഒന്നായ സേട്ടൻ്റെ ഉള്ളിൽ കൂടി തീ കത്തുന്നത് കണ്ടു അയാൾ പറഞ്ഞു. അതേസമയം കെട്ടിടം ചോർന്നിട്ടല്ല തീപിടുത്തമുണ്ടായതെന്നും കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി സർവീസ് വയറിലൂടെ വെള്ളം ഒഴുകി മെയിൻ സ്വിച്ച് നനഞ്ഞാണ് തീപിടിച്ചതെന്നും ബലക്ഷയം സംഭവിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും കെട്ടിടം ഉപയോഗപ്രദമല്ലാത്തതിനാൽ ഫണ്ട് ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നത് പ്രായോഗികമല്ലെന്നും കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിലെ വാടകക്കാർക്ക് ഒഴിയാനായി നോട്ടീസ് നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ഉത്രാട ദിനത്തിലും തലേന്നും കനത്ത മഴ. തലയിൽ കൈവച്ച് വഴിയോര കച്ചവടക്കാർ. ഓണക്കച്ചവടത്തിൻ്റെ പ്രതീക്ഷ മഴ കെടുത്തിയതായി കച്ചവടക്കാർ പറയുന്നു. മാത്തൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ഉത്രാട ദിനത്തിലും തലേന്നും നിലയ്ക്കാതെ പെയ്ത കനത്ത മഴ ഓണവിപണിയുടെ നിറം കെടുത്തിയ ദുഃഖത്തിൽ തലയിൽ കൈവച്ച് വഴിയോര കച്ചവടക്കാർ. ഓണക്കച്ചവടത്തിൻ്റെ കാര്യമായ പ്രതീക്ഷയർപ്പിച്ച് വലിയ തുക മുടക്കി സാധനങ്ങൾ എത്തിച്ചെങ്കിലും തുടരെ പെയ്ത മഴ എല്ലാ പ്രതീക്ഷകളെയും കെടുത്തിക്കളഞ്ഞതായി വ്യാപാരികളുടെ ആക്ഷേപം. വഴിയോരങ്ങളിൽ നിരത്തിവെച്ച ചരക്കുകൾ നിലയ്ക്കാത്ത മഴ കാരണം നനയാതെ സൂക്ഷിക്കാൻ പാടുപെടുകയാണിവർ. പൂക്കച്ചവടക്കാർക്കാണ് ഏറെ നഷ്ടം. കിലോയ്ക്ക് 200 മുതൽ 300 രൂപ വരെ വിലയുള്ള പല ഇനം പൂക്കൾ കച്ചവടക്കാർ വ്യാപകമായി എത്തിച്ചെങ്കിലും 4-1 പോലും വിൽക്കാനായിട്ടില്ലെന്നാണ് വഴിയോര കച്ചവടക്കാർ പറയുന്നത്. പൂക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പാതയോരത്ത് നിരത്തിയതും മഴ കാരണം മൂടി വെക്കേണ്ടി വരികയാണെന്നും മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണെന്നും കച്ചവടക്കാർ പറയുന്നു. ഉത്രാട ദിനത്തിലെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞ കച്ചവടക്കാർക്ക് ഇനിയുള്ള ഏക പ്രതീക്ഷ തിരുവോണ ദിനത്തിലാണ്. തിരുവോണ ദിവസത്തിലെങ്കിലും മഴ മാറി നിൽക്കണമെന്ന പ്രാർത്ഥനയിലാണ് വഴിവാണിഭക്കാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. നമുക്കൊന്നും വാങ്ങാൻ കഴിയാത്ത രൂപത്തിൽ, സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കാറുണ്ട്. ഈ വർഷം അത് എല്ലാ വർഷവും അതേപോലെ മാർക്കറ്റ് ഇടപെടാറുണ്ട്. എന്നിരുന്നാലും ഇക്കുറി ഒരു പ്രത്യേകത, എവിടെ നോക്കിയാലും അത് മാവേലി സ്റ്റോറിലാവട്ടെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലാവട്ടെ എവിടെ നോക്കിയാലും ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ, മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് വിശേഷ അവസരങ്ങളിൽ നമുക്കറിയാം ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ ബക്രീദ് ഉൾപ്പെടെയുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് മുത്തലി, എ കെ ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, അൻവർ സാദിഖ്, സരിത, എച്ച് ഐ സുരേഷ് എന്നിവർ സംസാരിച്ചു. 110 കിടപ്പ് രോഗികൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികൾ. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലെ തൊഴിലാളികളാണ് കടലിൽ ഓണസദ്യയുണ്ടത്. 45 തൊഴിലാളികൾ ഓണസദ്യയിൽ പങ്കെടുത്തു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വാഗച്ചാർത്ത് എന്ന വള്ളത്തിലായിരുന്നു ഓണസദ്യ. ചോറ്, സാമ്പാർ, പായസം, പപ്പടം തുടങ്ങിയവ വെള്ളത്തിൽ തന്നെയാണ് പാചകം ചെയ്തത്. മറ്റു കറികൾ തൊഴിലാളികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. 45 തൊഴിലാളികളാണ് കടലിലെ ഓണസദ്യയിൽ പങ്കെടുത്തത്. ആര്യക്കാരൻ സോജൻ്റെയും ശ്രാങ്ക് സുധീഷിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഓണസദ്യ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം മുൻകാലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെയൊക്കെ പ്രായത്തിൽ പാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ലാണ് മലയാളികൾക്കുണ്ടാകുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് ഓണം വരിക എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷം വരുന്നതിനെ തുല്യമാണ്. കാരണം ഇപ്പം രാമായണ മാസം പേരിട്ട് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നാലമ്പല യാത്രയ്ക്കൊക്കെ പോകാൻ തിരഞ്ഞെടുത്തിട്ടുള്ള മാസം കർക്കിടക മാസമാണ്. വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ പി ഹരിദാസ്, വി പി സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ വി പി പ്രകാശൻ, ഡി ശങ്കരനാരായണൻ, സുജിത് പി രാജ്, വി സിന്ധു, എ പി പ്രസാദ്, സി ഡി എസ് ചെയർപേഴ്സൺ ടി ആർ അംബിക, ICDS സൂപ്പർവൈസർ ഭയാന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കല്ലൂർ തെക്കുമുറി ഭരതക്കാട് വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പ്രശസ്ത ഗിറ്റാറിസ്റ്റ് പ്രത്യൂസ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ച ശ്രീരാഗിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഷീജ, ശ്രീരാഗ്, BV പ്രജിത്ത്, ശരത് ബാബു, സഞ്ജു, BA പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഇത് മുന്നോട്ട് പോകുന്നറിയാം, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. രക്തദാനം, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യവും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു അജണ്ടയിൽ വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട്, അറിയാമല്ലോ അല്ലേ, അമൃത ട്രെയിനുണ്ട്. അതിന് പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്താൽ മതി. എത്ര പേര് RCCയിലേക്ക് പോകുന്നുണ്ട് എന്ന് വെറുതെ ഒരു ഡീറ്റെയിൽസ് എടുത്താൽ നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ, ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഒരുപാട് ആളുകൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും കിഡ്നി ഫെയിലിയർ ആയിട്ടും പല ആവശ്യങ്ങൾക്കായിട്ട്
എത്രയോ ആളുകളാണ് ആ ട്രെയിനിൽ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. മങ്കര പരിശ്ശേരിയിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഓണാഘോഷവും മാവേലി ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഒപ്പം ഗൃഹസന്ദർശനവും ഒരുക്കിയിരുന്നു. മാവേലിയുടെയും വാമനന്റെയും ഗൃഹസന്ദർശനവും ഉണ്ടായി. 300-ലേറെ വീടുകളിൽ സന്ദർശിച്ച് അനുഗ്രഹവും മധുരവും നൽകി. മാവേലിയായി വിജയനും വാമനായി 1-ാം ക്ലാസ്സുകാരൻ ശ്യാംദേവ് നാരായണനും വേഷമിട്ടു. 10ാം വാർഡിലെ മുഖ്യ ഹരിദാസ് ക്ഷണപ്രകാരം സമയമില്ലെങ്കിലും 10ാം വാർഡ് സന്ദർശിക്കാമെന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ ഇതുവരെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവരെയും കാണുന്നതാണ്. എല്ലാവർക്കും ഓണാശംസകൾ. എസ് ഹരിദാസ്, പി ഹരിദാസൻ, സജീഷ്, PC വാസു, KK സേതുമാധവൻ, സച്ചിൻ, വിഷ്ണു നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. മലയാളികളുടെ ദേശീയോത്സവമായ ഈ പൊന്നോണ നാളിൽ സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ പൊന്നോണ നാളിൽ നാം ഏവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാബലി തമ്പുരാൻ മങ്കര പരിശ്ശേരിയിലെ 10ാം വാർഡിൽ എത്തിയിരിക്കുകയാണ്. 10ാം വാർഡിലുള്ള മുഴുവൻ വീടുകളിലും എത്തി അദ്ദേഹത്തിൻ്റെ പ്രജകളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ 10ാം വാർഡ് നിവാസികൾക്കും ഒരു പൊന്നോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി ഓണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാച്ചിത്തറ കിഴക്കുമുറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആശാദേവി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓണാഘോഷത്തിന് വിഷരഹിത പച്ചക്കറി എന്ന ആശയമുയർത്തി കണ്ടേമുറം യൂണിറ്റിലെ മിനി സിവിൽ സ്റ്റേഷനിൽ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV സുജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രവർത്തക ജാനകി, യൂണിറ്റ് സെക്രട്ടറി M ജയഗോപാൽ, ഏരിയ ജോയിന്റ് സെക്രട്ടറി KK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. തേനൂർ അത്താഴംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തിരി ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ഞാറക്കൂട്ട് മഠം രഘുനാഥ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാറ്റുലി. കുന്നംകുളത്ത് നിസ്സാരമായ ഒരു കുറ്റത്തിന് കേസെടുത്ത യുവാവിൻ്റെ 4 പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. 4 പോലീസുകാർക്കും നിലവിൽ സ്ഥലം മാറ്റം മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പോലീസുകാർക്കെതിരെ എന്ത് നടപടി വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? മാറ്റുലിയിലേക്ക്. കാലങ്ങളായി മാറിവരുന്ന എല്ലാ സർക്കാരുകളുടെയും മർദ്ദന ഉപകരണങ്ങളാണ് പോലീസ്. ജനമൈത്രി എന്നത് പോലീസ് സ്റ്റേഷന്റെ ബോർഡിൽ മാത്രമുള്ള വാക്കുകൾ മാത്രമാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ കണ്ടുപഠിക്കണം എന്താണ് പോലീസിംഗ് എന്നും ശാസ്ത്രീയമായ കുറ്റാന്വേഷണങ്ങളും കണ്ടെത്തലുകളും എങ്ങനെയാണ് നടത്തുന്നത് എന്നത് സംബന്ധിച്ചും അത്യാവശ്യമായി കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണം. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി ഉണ്ടാവണം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മാരകമായി ആക്രമിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ട് കേരളം കോരിത്തിരിച്ചിരിക്കുകയാണ്. ഇതുപോലെ എത്രയെത്ര പാവങ്ങളെ ഇവന്മാർ തല്ലി ചതച്ചിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, പൊതുപ്രവർത്തകനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു സാമൂഹ്യ വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് ആക്രമിച്ച് തല്ലി ചതച്ചിരിക്കുകയാണ്. ഇതുപോലെ CCTV ദൃശ്യങ്ങൾ കിട്ടുവാൻ തന്നെ 2 വർഷമെടുത്തു. ഇതുപോലെ എത്രയെത്ര നിരപരാധികളെ, പാവപ്പെട്ടവരെ ഈ പോലീസുകാർ തല്ലി ചതച്ചിട്ടുണ്ടാവും എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ തല്ലിച്ചതച്ച ഈ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ഇതുപോലെയുള്ള ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ ഇനിമേൽ സർക്കാർ ചെലവിൽ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വാഴിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇതുപോലെ കേരളമെമ്പാടും ഇതുപോലെയുള്ള പോലീസിൻ്റെ അരാജകത്വത്തിനെതിരെ പോരാടുവാൻ സാമൂഹ്യ മനസ്സാക്ഷി ഉണർന്ന് പ്രതിഷേധിക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു യുവാവിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇത് രാഷ്ട്രീയ പ്രേരിതമായാലും അത് വളരെയധികം പ്രതിഷേധാത്മകമാണ്. ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കൈയൊഴിയുക മാത്രം ചെയ്യാൻ പറ്റില്ല. ആ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നാണ് അഭിപ്രായം. കാരണം ജനമൈത്രി പോലീസ്, ജനസമ്പർക്ക പോലീസ്, സൗഹൃദ പോലീസ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഒരു ഭയവും വേണ്ട, അവർ സൗഹൃദമാണ്, അവർ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് ആ പോലീസുകാർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു യുവാവിനെ ക്രൂരമായി സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ്. എന്തായാലും ശക്തമായ നടപടി തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മറ്റുള്ള പോലീസുകാർക്കും ഒരു മാതൃകയായിട്ട് മാറണം. എത്രയോ നല്ല പോലീസുകാരുണ്ട്, എനിക്ക് തന്നെ അറിയുന്ന നല്ല കുറേ പോലീസുകാരുണ്ട്. അത്തരം നല്ല പോലീസുകാർക്ക് പോലും കളങ്കമാണ് ഈ
കുന്നംകുളം പോലീസ് സ്റ്റേഷനിലത്തെ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ. അപ്പം മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. മിനിമം ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കസ്റ്റഡി മരണം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിലെ പ്രതികൾ പോലീസ് സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ലെന്നും ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ്. മർദ്ദനത്തിനെതിരായ സുജിത്തിന് പിന്തുണയുമായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനു മുന്നിലും സെപ്റ്റംബർ 10 പ്രതിഷേധ സംഗമമെന്നും സണ്ണി ജോസഫ്. കോൺഗ്രസ് പുറത്താക്കുകയും CPM സ്വീകരിക്കുകയും ചെയ്ത മണ്ണാർക്കാട്ടെ തച്ചമ്പാറ മുഹമ്മദ് റിയാസിനെതിരെ പീഡന പരാതിയുമായി തച്ചമ്പാറ സ്വദേശിനി M സബീറ. ജോലി വാഗ്ദാനം ചെയ്തും അല്ലാതെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന് സബീറ. CPM മുഹമ്മദ് റിയാസിനെ സംരക്ഷിച്ചത് സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും സബീറ. കർഷകദ്രോഹ സർക്കാരുകളുടെ നയം മൂലം ഓണം പട്ടിണിയിലായ കർഷകർക്കായി പട്ടിണി ഓണ നിരാഹാര സമരം ചിറ്റൂരിൽ. സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ കർഷകർ ഇല്ല എന്നതിന് തെളിവാണ് ഓണദിനത്തിൽ പോലും കർഷകർക്ക് കൊടുക്കാനുള്ള പണം നൽകാതിരുന്നതെന്നും DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറുടെ രാജി സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരെ നടപടിയെടുക്കാത്തതിലും VK ശ്രീകണ്ഠൻ MP വാർഡിനോട് കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ചെന്ന് കൗൺസിലർ C സന്ധ്യ. നഗരസഭയിലെ കൗൺസിലറുടെ രാജി CPMന്റെ കപടതന്ത്രമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. രാജിക്ക് കാരണം CPMന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനമെന്നും കോൺഗ്രസ്. പരാജയഭീതിയിൽ ഷൊർണൂരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടക്കാരായി CPM മാറിയെന്ന് BJP. തൃശൂർ വോട്ടർ പട്ടിക വിവാദം. മുൻ ജില്ലാ കലക്ടർക്കും ഇരട്ട വോട്ടെന്ന് VS സുനിൽകുമാർ. BJPയുടെ ചുമതല വഹിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനും സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടെന്ന് തെളിവുകൾ. തൃശൂരിൽ വോട്ട് ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയെന്നും VS സുനിൽകുമാർ. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് 45 ലക്ഷം രൂപ ചിലവിൽ. 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടെ പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറും. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ അമർന്ന് മലയാളക്കര. ഓണാഘോഷ പരിപാടികൾ നാടെങ്ങും സജീവം. തൃശ്ശൂരിലെ ആഴക്കടലിൽ ഓണസദ്യയൊരുക്കി മത്സ്യബന്ധന തൊഴിലാളികളുടെ വേറിട്ട ഓണാഘോഷം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.